പാകിസ്ഥാനിൽ ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് ശേഷം അവിടെ ഉണ്ടായത് 3-4 ഭൂകമ്പങ്ങളാണ്. ഇപ്പോഴിതാ ഭൂകമ്പങ്ങൾക്ക് പിന്നാലെ പാകിസ്ഥാൻ വെള്ളത്തിനടിയിലാകുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പാകിസ്ഥാനിൽ കനത്ത മഴ തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെതർ അപ്ഡേറ്റ്സ് അടക്കം ഈ ഇൻഡസ് വാലി ട്രീറ്റിയുടെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാന്റെ കാലാവസ്ഥ മാറാൻ പോവുകയാണ്, വേണ്ട പ്രിക്കോഷൻസ് എടുത്തുകൊള്ളൂ എന്നുള്ളതാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകുന്ന വെതർ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അതൊക്കെ ഈ ഇൻഡസ് വാലി ട്രീറ്റിയുമായി ബന്ധപ്പെട്ട സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യ നൽകുന്ന പലതരത്തിലുള്ള സൗകര്യങ്ങളാണ്. എന്നാൽ ആ കരാർ സമ്പൂർണ്ണമായി റദ്ദാക്കിയതിലോടുകൂടി പാകിസ്ഥാനിൽ മഴ പെയ്താൽ എന്താ, പ്രളയം വന്നാൽ എന്താ, ഇന്ത്യക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന രീതിയിലായി നമ്മുടെ രാജ്യം പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ യാതൊരുവിധ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഇന്ത്യ അങ്ങോട്ടേക്ക് കൊടുക്കാതെയായി. ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. പ്രകൃതിയുടെ ദുരിതമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ പല പ്രദേശങ്ങളിലും പേമാരി നാശം വിധിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. PDMA അതായത് പ്രൊഫഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി പ്രകാരം കുറഞ്ഞത് 13 പേർ മരിക്കുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ എല്ലാ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും രക്ഷാ ഏജൻസികൾക്കും ജാഗ്രത പാലിക്കണമെന്ന് PDMA ഡയറക്ടർ ജനറൽ ഇർഫാൻ അലി കാത്തിയ പാകിസ്ഥാനിൽ എല്ലാവർക്കും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. PDMA കൺട്രോൾ റൂമിൽ നിന്ന് 24 മണിക്കൂറും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടാണ്. ഇർഫാൻ കാത്തിയ പറയുന്നത് ഇങ്ങനെയാണ്: ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കാനാണ് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിനു പുറമെ വൈദ്യുതി തൂണുകൾ, തൂങ്ങിക്കിടക്കുന്ന വയറുകൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കാനും ഇടിമിന്നലോ മറ്റോ ഉണ്ടാകുമ്പോൾ തുറസായ സ്ഥലങ്ങളിൽ തങ്ങാതിരിക്കാനും ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ഒക്കെ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കനത്ത നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. ചില ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തുടരുകയാണ്. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീടുകൾക്കടക്കം കനത്ത നാശനഷ്ടവും പാകിസ്ഥാന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയും ഉണ്ടായി ചേരും എന്നുള്ളതാണ്. ഒരു പ്രളയ ഭീഷണിയാണ് പാകിസ്ഥാൻ നേരിടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.